ഹലോ, യു എയിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ വരെ നോക്കിയത് നമ്മൾ എങ്ങനെയാണ് യു എ ലൈസൻസ് എടുക്കുക, അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയത്. അതിന് മുമ്പ് ഞാൻ ചെറിയ ടിപ്സ് പറഞ്ഞുതരാം. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരുടെ നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോലെ ഞാൻ എന്താ ചെയ്തിരുന്നത്, ഇവിടെ ഒരു കൊണ്ടിട്ടൊരു ചെറിയ പേപ്പർ ഒട്ടിച്ചിരുന്നു. ആ പേപ്പറിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. രണ്ട് കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ് ലൈസൻസ് എടുക്കുന്നത്. ഒന്ന് ഒരു പ്രൊഫഷനായിട്ട് ഒരു ജോബായിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ എടുക്കുന്നുണ്ട്, വേറെ നിവൃത്തിയില്ലാതെ. ഞാനൊക്കെ അങ്ങനെ എടുത്ത ആളാണ്. കാരണം ഞാൻ ഡ്രൈവർ വിസയിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി വെച്ചെങ്കിൽ എനിക്ക് വിസ റിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ലൈസൻസ് എടുക്കേണ്ടത് നിർബന്ധമായി. ഞാൻ ഡ്രൈവറാണ്, എൻ്റെ ജോബ് തന്നെ ഡ്രൈവിംഗ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ആ ജോബിനെ തിരഞ്ഞെടുത്ത്. വേറെ കാര്യം, മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ജോലി സംബന്ധമായിട്ടുള്ള അവനവൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ, ജോബിന് പോകാനും തിരിച്ചു വരാനും, അതുപോലെ തന്നെ നമുക്ക് പുറത്ത് പോകാനും ഫാമിലിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷോപ്പിനും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ പേഴ്സണലായിട്ട് ആവശ്യത്തിന് വേണ്ടി ലൈസൻസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വിചാരിക്കും ഇനിയിപ്പോൾ അങ്ങനെ ഒരു ജോലി കിട്ടണമല്ലോ. അതുവരെ ലൈസൻസ് കിട്ടുന്നൊരു ടാസ്ക്കായിരുന്നു. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ സമയത്ത് പിന്നെ ജോബ് കിട്ടൽ വേറൊരു ടാസ്ക്കാണ്. ജീവിതത്തിൽ ഈ പറഞ്ഞ മാതിരി ഞാൻ 2005 ലൈസൻസ് എടുക്കുന്നത്. ഫസ്റ്റിൽ ഒരുപാട് ആൾക്കാർ ഇതേപോലെ തന്നെ ഇങ്ങനെ നമ്മൾ വരുന്ന സമയത്ത്, ഞാൻ റെസ്റ്റോറൻറ്റിലാണ് ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് പറയും ഓരോ ദിവസങ്ങളും നിയമങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നീ പെട്ടെന്ന് പോയി ഇങ്ങോട്ട് ലൈസൻസ് എടുക്കണം. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ലൈസൻസ് എനിക്ക് കിട്ടിയത്. കാരണം എന്താ വെച്ചാൽ യാത്ര അങ്ങോട്ട് കൊണ്ട് പോയി വരാനുള്ളൊരു കഷ്ടപ്പാടും പിന്നെ ജോബിൻ്റെ അടിയിൽ കൂടെ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. നമ്മൾ അവിടുന്ന് ടാക്സിക്ക് വന്നിട്ടാണ് ഓരോ പരിപാടികളും ചെയ്തത്. ഫയൽ ഓപ്പണിങ്ങും കാര്യങ്ങളും തിയറി ക്ലാസ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരുന്നത്. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ, കാരണം നമ്മൾ പിന്നെ ഡ്രൈവിങ്ങിനെ അന്വേഷിക്കുമ്പോൾ വിചാരിക്കും ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ വിചാരിക്കും കിട്ടുന്നവരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലായി. പക്ഷേ കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം ഇവിടുന്ന് ദുബായി പോകാൻ അറിയോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ അറിയോ. അന്നത്തെ കാലത്ത് ഈ ഗൂഗിളും കാര്യങ്ങളൊന്നും ഇങ്ങനെ ഇല്ലല്ലോ, ഇത്രയും ഫെമിലറായിട്ടില്ല. ഇന്നൊക്കെ ആൾക്കാർക്ക് എവിടെ പറഞ്ഞാൽ വെച്ചാൽ ലൊക്കേഷൻ ഇട്ടുകൊണ്ട് പറഞ്ഞാൽ വെച്ചാൽ എങ്ങനെയാലും അവിടെ എത്തിപ്പെടും. അന്നൊന്നും നമുക്ക് അങ്ങനെ ഗൂഗിളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് വളരെ കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ വഴി അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല. അങ്ങനെ അവസാനം അന്വേഷിച്ച് ഞാൻ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങി വേറെ സ്വന്തമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് റൂമിലും കാര്യങ്ങളും ചിലവൊക്കെ സ്വന്തം എടുത്ത് അങ്ങനെ ജോബ് അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഒരു റെൻ്റ് കാറിൽ എനിക്ക് പണിയിട്ടത്. അങ്ങനെ റെൻ്റ് കാർ എടുത്ത് ഞാൻ നേരെ റാസൽ കെമിക്കലാണ് പോകുന്നത്. നാട്ടിൽ ഭയങ്കര പ്രൊഫഷണൽ ഡ്രൈവറാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ഡ്രൈവറാണെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഞാനാണ്. ഇവിടെ വന്നിട്ട് വണ്ടി കൈ കിട്ടിയാണ്ട് നമ്മൾ നാട്ടിൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഭയങ്കര നൂല് കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് കറക്റ്റൊക്കെ വണ്ടി ഉണ്ടാവും. ഇവിടെ റോട്ടിലിറങ്ങിയപ്പോൾ ഒരു 100-120 സ്പീഡിൽ വണ്ടി പോകുമ്പോൾ വണ്ടി കയ്യിൽ നിൽക്കുന്നില്ല. ലൈനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്റ്റ് പോകാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ കുറച്ച് സമയം കൊണ്ട് വണ്ടി കയ്യിലായി. നേരെ പോയി റാസൽ കെമിയിലാണ് പോകുന്നത്. റാസൽ കെമിയിൽ ഒരു കമ്പനിയുടെ പോയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഏകദേശം അവിടെ 6 മാസത്തോളം ഞാൻ ജോലി ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ഡ്രൈവിംഗ് ജേണി ഞാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ യു എയിൽ വന്നിട്ട് ഏകദേശം 21 വർഷമായി. ഞാൻ എൻ്റെ ഒരു ജീവിത യാത്രയെക്കുറിച്ച് ഞാൻ ചെറിയ വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ജോലി ചെയ്ത സ്ഥലങ്ങളും ആ റോഡുകളും അവിടുത്തെ എല്ലാ ആൾക്കാരൊക്കെ പഴയ ആൾക്കാരൊന്നും അവിടെ അല്ല. ഞാൻ വന്ന സമയത്തുള്ള ഒരാൾക്കാരും അവിടെ ഒന്നുമില്ല. ഒരാൾക്കാരെ 1-2 ആൾക്കാരെ മാത്രമേ ഞാനിപ്പോൾ ഈ 20 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതിലേക്ക് പോയി. എന്നാലും അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അത് എന്താ പറയുക ഉപകാരപ്പെടും. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വിസിറ്റിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് റൂമിനും ഭക്ഷണത്തിനും എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്കും, അതുപോലെ തന്നെ യു എയിൽ തന്നെ ഇപ്പോൾ വന്നുകൊണ്ട് ജോബ് അന്വേഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് വിസിറ്റിൽ. മറ്റ് എമിറേറ്റുകളിലൊക്കെ അബുദാബിയിലൊക്കെ വരുമ്പോൾ അവിടെ റൂമും കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു മാസത്തിന് 3 നേരം ഫുഡും റൂമും കാര്യങ്ങളും കിട്ടുന്ന ഒരുപാട് ചെറിയ പൈസ 600 ദിർഹംസിനൊക്കെ കിട്ടുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആഗ്രഹം എന്തെങ്കിലും ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെ വീടിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെ കൊണ്ട് കഴിയുന്നവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ എൻ്റെ ഗൾഫ് യാത്രയുടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, നമ്മൾ ഏതെല്ലാം പ്രതിസന്ധികൾ നേരിട്ടു, അല്ലെങ്കിൽ എന്തെല്ലാം നമ്മൾ നേടി, എന്തൊക്കെയായിരുന്നു ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ, എപ്പോഴും ഓരോരോ ടാസ്ക്കുകളാണ്. ലൈസൻസ് ഒരു ടാസ്ക്കായിരുന്നു, അത് കഴിഞ്ഞിട്ട് ജോബ് കിട്ടലൊരു ടാസ്ക്കായിരുന്നു, പിന്നെ
റോഡ് കാര്യങ്ങൾ പഠിക്കലൊരു ടാസ്ക്കായിരുന്നു. അങ്ങനെ ഓരോന്നോരോന്ന് പഠിച്ച് എല്ലാം ഒരു എന്താ പറയുക ടാസ്ക്കാണ് നമ്മുടെ ജീവിതത്തിൽ. എല്ലാം നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പഠിച്ച് ഉഷാറായിട്ടാണ് നമ്മളിങ്ങനെ ഇപ്പോൾ 21 വർഷത്തിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെറുതായിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നുണ്ടാകും. എന്തായാലും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. വീഡിയോ കാണുന്ന ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ എല്ലാ ഹെൽപ്പും ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.